എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പറയുന്ന രീതിയിൽ കള്ളപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒട്ടും പുളിയില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കള്ളപ്പത്തിൻ്റെ കൂടെ ഇറച്ചിക്കറിയും മുട്ടക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് കള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. വളരെ കുറച്ച് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് അരിക്ക് വേണ്ട ഈസ്റ്റിൻ്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്നതിലും ഒട്ടും കൂടുതൽ ഈസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. നല്ല തണുപ്പ് കാലമാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതുപോലെ തരി പോലെ ഇരിക്കും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കയ്യിലുള്ളവർ അപ്പത്തിൻ്റെ കൂട്ട് അരച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഇത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ കള്ളപ്പം ആക്റ്റീവ് ഈസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. കള്ളപ്പത്തിന് വേണ്ടിയിട്ടുള്ള പച്ചരി ഇവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ്. ഇത് 300 മില്ലിയുടെ ഗ്ലാസ്സാണ്. ഇതുപോലെയുള്ള ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് അളന്നെടുത്തിരിക്കുന്നത്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും അരി കുതിരാൻ വേണ്ടി വെക്കണം. 4 മണിക്കൂർ കുതിർത്ത അരി നന്നായിട്ട് കഴുകി അതിൻ്റെ പകുതി മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. സാധാരണ പാലപ്പം ഉണ്ടാക്കുന്ന അത്രയും വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല. അരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ അത്രയും അരഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ അരച്ചതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ അളന്നെടുക്കാം. ഇത് 60 മില്ലിയുടെ ഒരു കപ്പാണ്. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1/4 കപ്പ് അളവ് വരും. അരച്ചെടുത്ത മാവിൻ്റെ 3 ഇരട്ടി വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറു തീയിൽ അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ളപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അരി അരച്ചതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ അപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് സവോള ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ ജീരകം. ജീരകം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. ആദ്യത്തെ സെറ്റ് അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സെറ്റ് അരച്ചെടുക്കാം. ബാക്കി പകുതിയും കൂടെ മിക്സിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും വളരെ കുറച്ച് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കള്ളപ്പത്തിലേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. രണ്ടാമത്തെ സെറ്റും ഒരുവിധം നന്നായി അരച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കള്ളപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇനി മൂന്നാമത്തെ സെറ്റ് അരച്ചെടുക്കാം. നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന അരിമാവൊക്കെ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂണും കൊണ്ട് അളന്നില്ലെങ്കിൽ കൈകൊണ്ട് 1 കൈ അളവ് എടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് അരച്ച കള്ളപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. കള്ളപ്പത്തിന് വേണ്ട എല്ലാ ചേരുവകളും ഇപ്പോൾ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഈസ്റ്റ് ഇപ്പോൾ മാവിലേക്ക് ചേർക്കാനുള്ള പാകത്തിൽ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവ് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈസ്റ്റും അരച്ചിരിക്കുന്ന കൂട്ടുകളുമൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി കള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇളക്കി കൊടുക്കുന്നില്ല. നേരെ മുകളിൽ നിന്ന് കോരി ചുട്ടെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാകും. കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കള്ളപ്പം ശരിയായിട്ട് വരില്ല. മാവ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വരും. ഇതുപോലെ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അളവിൽ ഈസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കള്ളപ്പം പെട്ടെന്ന് പൊങ്ങി വന്ന് പുളിച്ചു പോകും. ഇതിൻ്റെ ടേസ്റ്റും മാറിപ്പോകും. മാവ് ഇവിടെ നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
ഈ സമയത്ത് കള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും പുളി ഉണ്ടായിരിക്കില്ല. ഇതിനി ഇളക്കി കൊടുക്കുന്നില്ല, മുകൾ ഭാഗത്തു നിന്ന് കോരി ചുട്ടെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് തലേന്ന് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായ ദോശക്കല്ലിൽ കുറേശ്ശെ എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം കുറേശ്ശെയായിട്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉടനെ തന്നെ ഇത് അടച്ചു വെക്കാം. ഒരുപാട് സമയം തുറന്നു വെച്ചതിന് ശേഷം അടച്ചു വെക്കരുത്. ഒരുപാട് സമയം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം ഇത് അടച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള കള്ളപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് കള്ളപ്പം ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.